പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടി ചെയ്യണ ആദ്യകാലങ്ങളിൽ ഗിദെയോനെ പോലെ മനാശയുടെ വംശം അശക്തമാകാം. അതിൽപ്പെട്ട ഗോത്രത്തിലുള്ള ഉടമ്പടിയുടെ പ്രകാരം ഗിദെയോൻ്റെ ഗോത്രം ബലഹീനമാകാം. ഗിദെയോൻ്റെ കുടുംബത്തിലും ആസ്തി ഇല്ലാതെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ആസ്തി ആരാണ്? കർത്താവാണ് ആസ്തി. പതുക്കെ പതുക്കെ പതുക്കെയാണ് ഇവൻ അടയാളം കിട്ടിയിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണത്. അപ്പം നീ ഇവിടുന്ന് പോകുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവണം, ഞാൻ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഗിദെയോനെപ്പോലെ, ഗിദെയോൻ പറഞ്ഞ പോലെ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം, എൻ്റെ സാമ്പത്തിക സ്ഥിതി, എൻ്റെ ബുദ്ധി എല്ലാം വളരെ ബലഹീനമാണ്. ഇപ്പം ഇന്നലെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ICCR പരീക്ഷ എഴുതിയിട്ട് ഒക്കെ റാങ്ക് കിട്ടിയതാണ്. അപ്പം ICCR എന്ന് പറഞ്ഞത് നമ്മുടെ IAS പോലെ എന്ത് സംഭവമാണ്, എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പക്ഷേ അവൾ പറഞ്ഞത് അവളുടെ കൂട്ടുകാരവിടെ കളിയാക്കി, ഇതിന് IAS ബുദ്ധി വേണ്ട കേസാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള സാധാരണ ബേസിക് സ്റ്റുഡൻറ്റിന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഞാനൊരു ബേസിക് സ്റ്റുഡൻ്റാണെന്നാണ് അവൾ പറയണത്. എനിക്കിതിൻ്റെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഇതിന് പോകണമെന്നുള്ളത്. എൻ്റെ ആഗ്രഹം പിന്നെ ഉള്ളത് എന്താണ്? കർത്താവാണ് എൻ്റെ ആസ്തി എന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ഉടമ്പടി ചെയ്ത് ഞാൻ പറ്റണ പോലെ പഠിച്ചു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, ഇതിന് പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യമില്ല, പഠിക്കാനുള്ള മനുഷ്യൻ പഠിക്കുക തന്നെ വേണം. കൂട്ടുകാരെ പറഞ്ഞു കൊടുക്കുന്നതാണ്. പ്രാർത്ഥന കൊണ്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല, പഠിക്കാനുള്ളത് പഠിക്കുക തന്നെ വേണം. അതിനുള്ള ബുദ്ധിയും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ്. നിങ്ങളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതകളിലാണ് വിശ്വസിക്കണത്. ഇപ്പം ചിലർ പറയും താൻ പാതി ദൈവം പാതി എന്ന്. ചിലർ പറയും ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി. ചിലർ പറയും വർക്ക് ഈസ് വർഷിപ്പ്. ഇതെല്ലാം ഉടമ്പടിക്കാൻ, ഇതൊന്നും ബിബ്ലിക്കൽ ടേംസ് അല്ല. ഇതൊന്നും ബിബ്ലിക്കൽ ടേംസ് അല്ല. വിശ്വാസി പറയണ അർത്ഥം ഇത് അവിശ്വാസികളുടെ ബൈബിളാണ്. ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി വിശ്വാസിയുടെ ബൈബിളാണ്. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി ഈസ് അവർ ചാരിറ്റി. ചിലർ പറയും ഫസ്റ്റ് വർക്ക് ദെൻ വർഷിപ്പ്. ചിലർ പറയും വർക്ക് ഈസ് വർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയാണ്, അധ്വാനമാണ് ആരാധന. എന്നാൽ അവിശ്വാസികളുടെ കാലത്ത് ഏതാണ്ട് 1800 ഫ്രഞ്ച് റവല്യൂഷൻ മുതലുണ്ടാക്കിയെടുത്തിട്ടുള്ള ബുദ്ധിപരമായ ഒരു പരിണാമമാണിത്. അതിനെ സപ്പോർട്ട് ചെയ്തത് ഫിഡലിസമാണ്. ഫിഡലിസം സപ്പോർട്ട് ചെയ്തത് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്ത് ഞായറാഴ്ച വരെ പാവപ്പെട്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ഫാക്ടറി മുതലാളിമാർ കണ്ടുപിടിച്ച ബൈബിളാണ് ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി, വർക്ക് ഈസ് വർഷിപ്പ്. നീ പള്ളിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്താൽ മതിയെന്ന്. അതും പറഞ്ഞുകൊണ്ടാണ് ഇതിൽ അണ്ണന്മാർ വീട്ടിയിരിക്കുന്നത്. ഇതെല്ലാം പിശാസിൻ്റെ സാറ്റാനിക് വെർഷൻ. ഇപ്പം സൽമാൻ റുഷ്ദിയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരിയേറെ ഭീഷണിയുള്ളതാണ്. അത് വേറൊരു വിഷയം. ഞാൻ പറയണത് അതിൻ്റെ സമാന്തരമായി ചില നിലപാടുകളുണ്ട് മനുഷ്യനെടുക്കണേ. എന്താണ് സാറ്റാനിക് വേഴ്സുകൾ എന്ന് പറയണത്? സൈത്താൻ്റെ വചനങ്ങളെന്ന് പറയുന്നത് എന്താണ്? ദൈവവചനത്തെ നിഷേധിക്കുകയും വിശ്വാസമെടുക്കാതിരിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ ദൈവേതര വചനങ്ങളാണ്. ദൈവേതര വചനങ്ങൾ അല്ല വിശ്വാസി ഫോളോ ചെയ്യണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ആൻഡ് വർഷിപ്പ് സെയിം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മൾ വർക്ക് ചെയ്യും, അതേസമയം തന്നെ വർഷിപ്പ് ചെയ്യും. പക്ഷേ വർക്ക് ചെയ്താലും ചില സമയത്ത് നമ്മൾ എത്തിപ്പെടത്തില്ല. പിന്നെന്താണ്? അപ്പം ഞാൻ പറയും 50% വർക്ക് 50% വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി സമ്മതിക്കത്തില്ല. ഉടമ്പടി സമ്മതിക്കണത് എന്താണ്? ആത്മാർത്ഥത നിൻ്റെ ഭാഗത്തുനിന്ന്. നിനക്ക് പറ്റണ പോലെ വർക്ക് ചെയ്യും, ബാക്കി അത് 65 ചിലപ്പോൾ 35. നിനക്ക് 35 നിൻ്റെ മെറിറ്റ് എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഗ്രേസ് എത്ര ശതമാനമായിരിക്കും? 65. നിൻ്റെ 25 നിൻ്റെ മെറിറ്റ് എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഗ്രേസ് എത്രയായിരിക്കും? 75. അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. എഫേസ്യസ് 2:8 നിൻ്റെ കഴിവാലല്ല
എൻ്റെ കൃപയാലാണെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ മഹത്വം, ദൈവനാമം മഹത്വപ്പെടുക, കർത്താവിൻ്റെ നാമം മഹത്വം, ഈശോയുടെ നാമം മഹത്വപ്പെടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായും നടത്തിയിരുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായും നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ തന്നോട് സംസാരിച്ച ദൈവദൂതനോട് എന്താ പറയണത്? എന്നോട് സംസാരിച്ച ദൈവദൂതനാണെങ്കിൽ, എന്നോട് സംസാരിച്ച ദൈവദൂതനിലൂടെ എന്നോട് സംസാരിച്ച ദൈവമാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ദൂതൻ പറഞ്ഞോളൂ, ഞാൻ തിരിച്ചു വരുന്നവരെ ഇവിടെ നിൽക്കുമോ? ആ വാക്കൊക്കെ ഭയങ്കര ശക്തമാണ്. നീ എന്നോട് സംസാരിച്ച ദൈവദൂതനാണെങ്കിൽ, ദൈവദൂതനിലൂടെ ദൈവമാണ് എന്നോട് സംസാരിച്ചെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നീ പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ നിൽക്കുമോ? അപ്പോൾ ദൂതൻ പറഞ്ഞു, നീ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഗിദെയോൻ എന്താ ചെയ്തത്? മനാസയുടെ ഗോത്രത്തിൽ അവന് പറയാനുള്ള അവൻ പറഞ്ഞു. മനാസയുടെ ഗോത്രത്തിൽ അവൻ്റെ വർഗം, അവൻ്റെ വംശം ബലഹീനമാണ്. മിദ്യാൻകാരെ എതിർക്കാൻ പോയിട്ട് 10 പേരോട് പോലും അടരാടാനുള്ള ശക്തിയും ആസ്തിയുമില്ല. പക്ഷേ എന്നോട് സംസാരിച്ച ദൈവമാണെങ്കിൽ ദൈവത്തെ എനിക്കറിയാം. ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ നിൽക്കുമോ? അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, നീ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഗിദെയോൻ എന്താ ചെയ്തത്? അകത്ത് വീട്ടിൽ പോയി കുറേ നടന്നു പോകണം. അവൻ പോയി ആടിനെ കൊണ്ടുവന്ന് ആടിനെ പാകം ചെയ്ത് അതിൻ്റെ കറി ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് കുറച്ച് അപ്പവും കൊണ്ടുവന്നിട്ട് ഒരു കല്ലേലെടുത്ത് വെച്ച്, ദൂതൻ നിന്ന സ്ഥലത്ത് ഒരു കല്ലേലെടുത്ത് വെച്ച് അപ്പം എടുത്ത് വെച്ചു. പിന്നെന്ത് ചെയ്ത്? കറിയും എടുത്ത് വെച്ച്, ചാറെടുത്തിട്ട് അപ്പത്തിന്മേൽ ഒഴിച്ച്, എന്നിട്ട് കൈകൂപ്പി കാത്തു നിന്ന് ദൂതൻ ഒരു വടി കൊണ്ടുവന്നിട്ട് ഈ അപ്പത്തിന്മേൽ തൊടുമ്പോൾ പെട്ടെന്ന് ഈ സാധനം ആളിക്കത്തും. അപ്പോൾ ഗിദെയോന് മനസ്സിലാകും എന്നോട് സംസാരിച്ചത് ഗിദെയോൻ മിദ്യാൻകാരോട് എന്നെ ഉപകരണമാക്കിക്കൊണ്ട് എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അടരാടി ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കാൻ പോകുന്ന സൈന്യങ്ങളുടെ കർത്താവിന് ഞാൻ കണ്ടു കൈയടിച്ച് കർത്താണ്. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ദാറ്റ് ഈസ് വർഷിപ്പ്, നോട്ട് വർക്ക് ഈസ് വർഷിപ്പ്. മനസ്സിലായില്ലേ? ഗിദെയോനെന്താ? മിദ്യാൻകാർ നമ്മൾക്ക് ഒതുക്കാൻ പറ്റാത്ത അത്രയും ശക്തന്മാരാണ്. അവനെ എതിരെ അടരാടാൻ വേണ്ടിയുള്ള ശക്തി നമ്മൾ സംസ്വീകരിച്ചത് എങ്ങനെയാണ്? വർഷിപ്പിൽ നിന്നാണ്. ഗിദെയോൻ എന്താ ചെയ്തത്? കർത്താവിനെ ആരാധിച്ചവിടെ ബലിപീഠമുണ്ടാക്കി അവൻ പറ്റുന്ന രീതിയിൽ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശക്തിയാണ്. ശരിക്ക് വർക്കല്ല വർഷിപ്പ്. വർക്ക് ഈസ് വർഷിപ്പല്ല, വർഷിപ്പാണ് ഫസ്റ്റ്. നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ, ഉടമ്പടി പ്രകാരം സുവിശേഷ സാക്ഷിയാകുമ്പോൾ
ഉടമ്പടി പ്രകാരം കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതെല്ലാം വർഷിപ്പിൻ്റെ ഭാഗമായി മാറുകയാണ്. അതിലൂടെ നമ്മൾ ബലഹീനതയിൽ ആണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണമെന്ന് പറയുമ്പോൾ, നമ്മളെ ശക്തനാക്കുന്നവരോട് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഫിലിപ്പിയർ 4:13 പറയുമ്പോൾ, എന്താണ് നമ്മൾ ശക്തനാക്കുന്നത്? വർഷിപ്പ്, ആരാധനയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സുവിശേഷ സാക്ഷ്യ ജീവിതവും ചെയ്യാനാണ്. അതിലൂടെയാണ് നമ്മൾ ശക്തീകരിക്കുന്നതും നമ്മളുടെ എല്ലാ വെല്ലുവിളികളെയും നമ്മൾ അതിജീവിക്കുന്നതും. കൈയടിച്ച് കർത്താവ് ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ദൈവഭയത്തിന് നീ ഉടമ്പടി പ്രകാരം ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ പറയണം, എന്താണ്? ബലഹീനനായി ഞാൻ ശക്തീകരിക്കപ്പെടുന്നതിലൂടെ. നീ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങളിൽ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നീ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വിതരണം ചെയ്യുമ്പോൾ, അത് വെയിൽ കൊള്ളും, അതിനൊരു മഴ കൊള്ളുമ്പോൾ, അതിനുവേണ്ടി നീ യാത്ര ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിൽ പറയണം, ബലഹീനനായ ഞാൻ കർത്താവിന് ലോകത്തിൽ കൊടുത്തുകൊണ്ട് കർത്താവ് ഇതുവഴി എന്നെ ശക്തീകരിക്കുകയാണ്. എന്നെ ഭീഷണിപ്പെടുത്തുന്ന മിദ്യാൻകാരെ എപ്പോഴും അടരാടാൻ വേണ്ടി, അവരെ അതിജീവിക്കാൻ വേണ്ടി, അത് രോഗമാകാം, ചിലപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥയാകാം, ചിലപ്പോൾ സാമ്പത്തിക കടമാകാം, എന്ത് മിഥ്യാങ്കാര്യം പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ആത്മശക്തി ആവഹിക്കുന്നത് ദൈവവചനങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടാണ്. അതാണ് ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്നത്. കൈ അടിച്ചു കർത്താണ് ശരീര. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണെന്ന സൂചനയോടുകൂടി വലതേ പതിര കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ശ്വാസകോശ രോഗികൾ, പതിരയ്ക്ക് പ്രഷർ കൂടിയ ആൾക്കാരുണ്ട്. പതിരയുടെ ഒരു പ്രഷറുണ്ട്. അത് മാരകമായ ഒരു അസുഖമാണ്. അങ്ങനെയുള്ളവർ പതിരയുടെ പുറത്ത് കൈകൾ വെക്കേണ്ടതാണ്. ഈ സമയം ശ്വാസകോശത്തിൻ്റെ പുറത്ത് കൈകൾ വെക്കേണ്ടതാണ്. മരുവ് രോഗികൾ വരെ ഉണ്ടാകാം. അലർജി മൂലം ശ്വാസം മുട്ടലുണ്ടാകാം. ശ്വാസകോശവുമായി വരുന്ന എയർവേസുമായിട്ട് ബന്ധപ്പെടുന്ന ശ്വാസകോശങ്ങളിലെ നീർക്കെട്ടലുകൾ, കഫം, അതുപോലെ തന്നെ അത് മൂലം ഉണ്ടാകുന്ന മറ്റ് പലതരത്തിലുള്ള രോഗങ്ങളുടെല്ലാം ശ്വാസകോശങ്ങളുടെ മേൽ കൈകൾ വെക്കേണ്ടതാണ്. നിങ്ങൾ കൈകൾ വെക്കുമ്പോൾ നിങ്ങൾ കൈകൾ വെക്കേണ്ടത് കർത്താവിൻ്റെ നാമത്തിലാണ്. എല്ലാ ശക്തിയും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം പുറപ്പെടുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ പ്രഘോഷത്തിലാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പൊന്നോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ള ഞാൻ നിനക്ക് തരുന്നു. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ. കർത്താവെ, അങ്ങയുടെ ശ്വാസകോശ രോഗികൾ അങ്ങയുടെ നാമത്തിൽ കൈകൾ നെഞ്ചിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശ്വാസകോശ രോഗികൾ, കഫക്കെട്ടുകാർ, നീരക്കെട്ടക്കാർ, കർത്താവ് അങ്ങയുടെ നാമത്തിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ തിരുമുറിവാളുന്ന കൈകൾ ശ്വാസകോശങ്ങൾ വെക്കണമേ. കരളിനെ സ്പർശിക്കണമേ, ഹൃദയത്തെ സ്പർശിക്കണമേ. ശ്വാസകോശ രോഗങ്ങൾ യേശുക്രിസ്തു വിശുദ്ധ രക്തത്താൽ, ഈ ഇവിടെ ഉള്ള രോഗങ്ങൾ അകലങ്ങൾ ഇരുന്നു കൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ശ്വാസകോശ രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തെ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ.
കർത്താവേ സ്തുതി, കർത്താവേ സ്തോത്ര, കർത്താവേ ആരാധന. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കും. മക്കളെ, കിഡ്നി രോഗികളെ പുറം മുതുകിന് താഴെ ഭാഗമായിട്ട് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കാര്യം ഇത് നിങ്ങൾ കേട്ട സാക്ഷ്യങ്ങളാണ്. എത്രയോ രോഗികളെ കർത്താവ് ഓരോ നിമിഷവും സുഖപ്പെടുത്തുന്ന. നിങ്ങൾ പറയണം, ഞാൻ എൻ്റെ കൈകൾ വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണെന്ന് പറയണം. ഞാൻ എൻ്റെ കിഡ്നിപ്പുറത്ത് കൈകൾ വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിലാണ്. എൻ്റെ കരളിൽ അസുഖമുള്ളൊരു നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കണം. അപ്പോൾ ഒരു കൈ വെച്ചാൽ മതി. ഇനി കരളും കിഡ്നിയും ബുദ്ധിമുട്ടുള്ളവർ രണ്ട് കൈകളും രണ്ട് സ്ഥലത്ത് വെക്കുക. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കൈകളൊക്കെ അച്ഛനോട് ചേർന്ന് പ്രഖ്യാപി, കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ, കരൾ രോഗികളെ, നിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കൈകളെ രോഗസ്ഥലങ്ങളിൽ വെക്കുന്ന യേശുനാമത്തിലെ, യേശുനാമത്തിലെ, യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. Lord Jesus Christ, pour out your spirit, touch your third finger, soak with the precious blood, but in Jesus spirit, ignite you. The name of Jesus Christ be healed. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് പരിശുദ്ധ മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഭീമ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ മുണ്ടോട്ട് നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ജോഷി. ഞങ്ങളുടെ മകൾ ബിഷ്ന. 14 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണ്. അതാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ളത്. ജോഷിച്ചൻ ഇസ്രായേലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത് ഒരു കുട്ടിയും കൂടി വേണമെന്നുള്ള ആഗ്രഹത്താലാണ് ജോഷിച്ചൻ 2022 ഇസ്രായേലിൽ നിന്ന് നിർത്തി വന്നത്. ജോഷിച്ചൻ വന്ന ഒരു 2-3 മാസം കഴിഞ്ഞിട്ടും പോസിറ്റീവായിട്ട് യാതൊരുവിധ ഇതും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ നിന്ന് ഡോക്ടർ 2 മാസത്തേക്ക് മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. മെഡിസിൻ എടുത്തു. 2 മാസം കഴിഞ്ഞിട്ടും പോസിറ്റീവായിട്ട് യാതൊരുവിധ റെസ്പോൺസും ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്നും യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. പീരീഡ് റെഗുലറാണ്, അങ്ങനെ ബ്ലീഡിങ്ങോ വേദനയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പ്രഗ്നൻസിയെ ബാധിക്കില്ല, നമുക്ക് പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു 2 മാസം വീണ്ടും ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, എന്നിട്ടും ആകാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒന്ന് ട്യൂബൽ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എൻ്റെ വലത് ട്യൂബ് ബ്ലോക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാപ്രോസ്കോപ്പി ചെയ്യുന്നതായിരിക്കും നല്ലത്, അതാകുമ്പോൾ ഫൈബ്രോയിഡും എടുക്കാം, ട്യൂബൽ ബ്ലോക്കും മാറ്റാം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലായത് കാഞ്ഞങ്ങാട് ഒരു ഹോസ്പിറ്റലിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഒരു ലേഡി ഡോക്ടറെ കാണിച്ചു. ലേഡി ഡോക്ടറും 2 മാസം അവിടെ ചെന്നപ്പോഴും 2 മാസത്തേക്ക് വീണ്ടും മെഡിസിൻ എടുത്തു, കുറേ മരുന്നുകൾ കഴിച്ചു. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇനി ലാപ്രോസ്കോപ്പി തന്നെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വെച്ച് ലാപ്രോസ്കോപ്പി ചെയ്തു. ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാപ്രോസ്കോപ്പി ചെയ്തു, എനിക്ക് ബോധമൊക്കെ വന്ന് നോർമലൊക്കെ ആയി കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു
ഫൈബ്രോയിഡും എടുത്തിട്ടില്ല, ട്യൂബൽ ബ്ലോക്കും മാറ്റിയിട്ടില്ല. കാരണം എൻ്റെ യൂട്രസ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഇൻറ്റസ്റ്റൈനൊക്കെ ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ ഫൈബ്രോയിഡ് പുറത്തേക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഡോക്ടറിന് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ IVF ഇനി ഇത് വേറെ ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് ട്യൂബൽ ബ്ലോക്കും മാറ്റി ഫൈബ്രോയിഡും എടുത്തതിന് ശേഷം നിങ്ങൾ IVF ട്രൈ ചെയ്താൽ മതി, അല്ലാതെ നോർമലായിട്ടൊരു ബേബി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ കണ്ണൂർ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൂർ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം, കണ്ണൂർ മിംസിൽ, ആസ്റ്റർ മിംസിൽ ഞങ്ങൾ അവിടെ ഒരു ഗൈനക്കിൻ്റെ ഒപ്പീനിയൻ എടുക്കാമല്ലോ എന്നോർത്ത് അവിടെ വന്ന് ഗൈനക്കിൻ്റെ ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒരു പ്രാവശ്യം ലാപ്രോസ്കോപ്പി ചെയ്തപ്പോൾ ഇനി ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിരിക്കണം, അതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എറണാകുളത്ത് വന്ന് അന്ന് തന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോന്നു. അവിടെ നിന്ന് പിറ്റേ ദിവസം ലാപ്രോസ്കോപ്പി അവിടെ നിന്ന് വീണ്ടും ചെയ്തു. ഒരു 2 മാസം ഗ്യാപ്പിൽ 2 ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട അവസ്ഥ. നല്ല പെയിനും കുറേ മരുന്നും കുറേ ഇഞ്ചക്ഷനും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2ാമത് ലാപ്രോസ്കോപ്പി ചെയ്തു. ഫൈബ്രോയിഡ് എടുത്തു. ഡോക്ടർ പറഞ്ഞു ഫൈബ്രോയിഡ് എടുത്തു, ട്യൂബൽ ബ്ലോക്കും മാറ്റി, കുഴപ്പമില്ല, നോർമലായിട്ട് തന്നെ നിങ്ങൾക്ക് കുട്ടിയാവും, ബേബി ആവും, കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതുവരെ റെഗുലറായി പീരീഡ് ആയിക്കൊണ്ടിരുന്ന ഞാൻ ഈ 2ാമത്തെ പ്രാവശ്യം ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷം പിന്നെ പീരീഡ് ആവുന്നതേയില്ല. അവിടുന്ന് 6-7 മാസം കഴിഞ്ഞ് അതുവരെ നോക്കിയിട്ടും ആകാത്തപ്പം വീണ്ടും കാഞ്ഞങ്ങാട് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. കാഞ്ഞങ്ങാടുള്ള അവിടെ ഒരു ലേഡി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, AMH ഒരു ഹോർമോൺ അത് നിങ്ങൾക്ക് കുറവാണ്, അത് 1.08 ഉള്ളൂ, അത് നോർമലി നിങ്ങൾക്കിനി പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ IVF, അതും IVF ഒരു 50% ചാൻസ് ഉള്ളൂ, ഇല്ലെങ്കിൽ വേറൊരാളുടെ അണ്ഡം സ്വീകരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു അണ്ഡം ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. വളരെയധികം വിഷമിച്ചു, വളരെയധികം സങ്കടപ്പെട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നോർത്ത് വീട്ടിൽ വന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ആൻറ്റീനെ വിളിച്ചത്. ആൻറ്റിയെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആൻറ്റിക്ക് അറിയാം കാര്യങ്ങളെല്ലാം. ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, നീ ഒന്ന് കൃപാസനത്തിൽ പോ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടു. അപ്പോൾ കൃപാസനത്തിൽ പോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരി എന്ന് അവിടെ വിട്ടു. വീണ്ടും ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്, അവിടെ കടയിൽ ഞാൻ ബില്ലിങ്ങൊക്കെ ആയി പോയിക്കൊണ്ടിരുന്ന സമയത്ത് പത്രം കൊണ്ടുവരും കടയിൽ. കൃപാസനം എന്ന് കേട്ടതിന് ശേഷം പിന്നെ കൃപാസന മാതാവിൻ്റെ പത്രം ആര് കടയിൽ വന്നാലും അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ വണ്ടിയുടെ താക്കോലിനകത്ത് കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ്, പിന്നെ ആരുടെ കഴുത്തിൽ, എല്ലാവരുടെയും കഴുത്തിൽ കൃപാസന മാതാവിൻ്റെ. അപ്പം എനിക്ക് തോന്നി മാതാവ് എന്നെ അങ്ങോട്ട് വിളിക്കുന്നതായിട്ട് തോന്നി. ഞാൻ 2ാമത് എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സിജി, അവൾ എന്നോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോവുക. ഞാൻ അവളോട് ചോദിച്ചു, നീ എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി വെക്കുവോ? എന്താണ് ഉടമ്പടി എന്നോ ഒന്നും എനിക്കറിയില്ല. കൃപാസനത്തെ പറ്റി അതിനു മുമ്പ് എനിക്കൊന്നും അറിയില്ല. അവളോട് ഞാൻ ചോദിച്ചപ്പം അവൾ വെറുതെ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഉടമ്പടി വെക്കാം, നിനക്കൊരു ആൺകുഞ്ഞിനെ കിട്ടാൻ ഞാൻ ഉടമ്പടി വെക്കും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അവൾ ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി വെച്ചതിന് ശേഷം എനിക്ക് തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റം വന്നതായി തോന്നി. എനിക്ക് കൂടുതലായി പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ എന്നിലൊരു ശക്തി പ്രവർത്തിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ ജോഷിനോട് പറഞ്ഞു, നമുക്ക് ഒന്ന് കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞ് നവംബർ 27, 2023 ഞാൻ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തു. 3 മാസം ഉടമ്പടിയെല്ലാം പാലിച്ചു, പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. 3 മാസം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് യാതൊരുവിധ മാറ്റമൊന്നും ഉണ്ടായില്ല. പത്രം കൊടുക്കാൻ എനിക്ക് ആദ്യം കുറച്ച് മടിയായിരുന്നു, എന്നാലും ഞാൻ പത്രം എല്ലാം കൊടുത്തു. ഉടമ്പടി ആയിട്ട് മുന്നോട്ട് പോയി. അവസാനം 3 മാസം കഴിഞ്ഞു. ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ മാർച്ച് 23 2ാമത് ഞാൻ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നു. 2ാമത് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. അത്
അതിന് മുമ്പ് പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തിവെച്ചു, ഹോസ്പിറ്റലിൽ പോകുന്നില്ല. കാരണം ഡോക്ടേഴ്സ് ഇനി എനിക്കൊരു ബേബി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നോർമലി എനിക്കൊരു ബേബി ഉണ്ടാവത്തില്ല എന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത്. IVF അല്ലാതെ ഒരു കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയില്ല. ഉടമ്പടി രണ്ടാമത് പുതുക്കാൻ വരുന്നതിന് മുമ്പ് മാർച്ചിൽ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. എനിക്ക് ഒരു ഗ്രേ കോട്ടിട്ട ഡോക്ടർ എനിക്കൊരു ബേബിയെ എടുത്ത് തന്നിട്ട് പറഞ്ഞു, നിനക്ക് ആൺകുഞ്ഞാണ്, നീ കൃപാസനത്തിൽ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് കൃപാസനത്തിൽ ഇങ്ങനെ ഓരോരുത്തർ സ്വപ്നം കാണുന്നതും സാക്ഷ്യം പറയണതും. ഞാൻ എഴുന്നേറ്റിട്ട് ആദ്യം ഞാൻ വചനപ്പെട്ടിന്നൊരു വചനം എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം, യേശു പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആ വചനമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ജോഷിച്ചനെ വിളിച്ചു. അപ്പം തന്നെ പറഞ്ഞു, ജോഷിച്ച ഇതേപോലെ കിട്ടി. അപ്പോൾ ജോഷിച്ചൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്കൊരു കുഞ്ഞിനെ കിട്ടും എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ മാസം മാർച്ചിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ ഭാഗ്യം കിട്ടി. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് ബ്ലസ് ചെയ്യുകയും സൈത്ത് തരികയും വയറ്റിൽ കുരിശ് വരയ്ക്കാൻ പറയുകയും ചെയ്തു. അച്ഛനൊരു കാശ് രൂപം തരികയും ചെയ്തു. അച്ഛൻ പറഞ്ഞു, ഇറങ്ങുമ്പോൾ ഞങ്ങളോട് പ്രത്യേകിച്ചായിട്ട് പറഞ്ഞില്ല, ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു, അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയും, കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയുമെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതേപോലെ ഇവിടെ നിന്ന് ഇറങ്ങി. മാർച്ച് ഞാൻ വീട്ടിൽ ചെന്നു. ഞങ്ങൾ ഉടമ്പടിയെല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി. ഏപ്രിൽ 19 ആയപ്പോഴത്തേക്കും എൻ്റെ പീരീഡ് മിസ്സായി. ഏപ്രിൽ 19 നോക്കുമ്പം രാവിലെ എഴുന്നേറ്റ് മാതാവിൻ്റെ മുമ്പിൽ കിറ്റ് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവാണ്. അതിനുശേഷം പിന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എല്ലാ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും വയറിൽ തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോവുകയുള്ളൂ. ആ ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ എനിക്ക് ഒരിക്കലും ഒരു കുട്ടി എനിക്കിനുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആ പ്രഗ്നൻസി കാലം ഒരു കുഴപ്പവുമില്ലാതെ പോയി. അങ്ങനെ ഡിസംബർ 3 എനിക്ക് ഒരാൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ കുഞ്ഞ്. അതാണ് എനിക്ക് ആദ്യം സാക്ഷ്യം പറയാനുള്ളത്. എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഐവിൻ എന്നാണ്, ഐവിൻ ജോഷി. രണ്ടാമത് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പം സ്റ്റിച്ച് ഉണങ്ങുന്നില്ലായിരുന്നു. കുറേ 2-3 മാസമായിട്ടും സിസേറിയൻ കഴിഞ്ഞവർക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ്. സ്റ്റിച്ച് ഉണങ്ങിയില്ലെങ്കിൽ സ്റ്റിച്ച് പഴുക്കുകയും ഉണങ്ങാതെ ഇരിക്കുകയും ചെയ്തു. 3 മാസത്തോളമായിട്ട് ഉണങ്ങാതിരുന്നിട്ട് ഞാൻ എപ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിക്കും. കുറേ ഞങ്ങൾ കാണിച്ച ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു, അല്ലാതെ വേറെ ഗൈനക്കിനെ കാണിച്ചു, എന്നിട്ടും ഒന്നും ഉണങ്ങുന്നില്ലായിരുന്നു. അവസാനം ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇതും സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ നോർമലായിട്ട് നടന്നു. അതുവരെ വേദനയായിട്ട് ഞാൻ കുഞ്ഞിന് എന്നോട് എൻ്റെ മോള് ചോദിച്ചു, എന്ത് പറ്റി മമ്മ, ഇപ്പം വേദനയില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ആ സ്റ്റിച്ച് ഉണങ്ങുകയും പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായ എൻ്റെ ആത്മീയ ജീവിതത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ, എനിക്ക് പള്ളിയിൽ പോകുവാനും കൂടുതലായിട്ട് കുർബാന സ്വീകരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള കൂടുതൽ ആഗ്രഹം തോന്നുകയും ചെയ്തു. അതിനു മുമ്പ് വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു പള്ളി പോകുള്ളായിരുന്നു. അത് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് എന്നിലുണ്ടായ മാറ്റം. എനിക്ക് പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും, രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു മുടങ്ങാതെ. അത് കൃപാസനത്തിൽ അതിന് മുമ്പ് എനിക്ക് വല്ലപ്പോഴും പോകുന്ന ഒരു സ്വഭാവമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ മുടങ്ങാതെ കൂടും. ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യുകയും സാക്ഷ്യങ്ങൾ കാണുകയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങളുടെ അടുത്ത് ഈ പാവങ്ങൾ രോഗികളൊക്കെ താമസിക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഭക്ഷണ സാധനം വാങ്ങിച്ചു കൊടുക്കുകയും പിന്നെ ഞങ്ങൾ
പുറത്തൊന്നും അങ്ങനെ പോകാത്തത് കൊണ്ട് മൊബൈലിലൊക്കെ ഈ കുട്ടികൾക്ക് പാടില്ലാത്ത കുട്ടികളെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മൊബൈൽ വഴി ഗൂഗിൾ പേ വഴി ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയും കാരുണ്യം തന്ന മാതാവിനും തിരുകുമാരനും എൻ്റെ 1000 നന്ദി.